ആദ്യം തന്നെ പോകുന്നത്. മൈലപ്രയിൽ വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ജോർജ് ഉണ്ണുണ്ണി എന്ന 73-കാരനാണ് മരിച്ചത്. വായിൽ തുണി തിരുകി കൈകാലുകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ, മൃതദേഹം കണ്ടെത്തിയത് വായ്ക്കുള്ളിൽ തുണി തിരുകിയ നിലയിൽ, കൈകാലുകൾ ബന്ധിച്ച നിലയിലൊക്കെയാണ്. ഇതൊരു കൊലപാതകമാണോ ജിബിൻ? എന്താണ് പോലീസ് പറയുന്നത്? ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പത്തനംതിട്ട മൈലപ്രയിൽ ഒരു കൊലപാതക വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ കാണുന്ന ഈ ഒരു കട നടത്തുന്ന ജോർജ് ഉണ്ണുണ്ണി എന്ന് പറയുന്ന 73-കാരനാണ് ഈ ഒരു കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കണ്ടെത്തിയത്. ഇദ്ദേഹത്തിൻ്റെ കൈകാലുകളൊക്കെ തന്നെ ബന്ധിച്ച നിലയിലും വായിലൊരു തുണി തിരികെ കയറ്റിയ നിലയിലുമാണ് കണ്ടെത്തിയത്. ഇതൊരു മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഈ കടയിലെ CCTV ദൃശ്യങ്ങളൊക്കെ അടങ്ങുന്ന ഹാർഡ് ഡിസ്കൊക്കെ തന്നെ ഇപ്പോൾ മോഷണം പോയ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കും ഇദ്ദേഹത്തെ ഈ കടയിൽ കണ്ടവരുണ്ട്. ഇതിനുശേഷം 6 മണിക്ക് സമീപത്തുള്ള കടയിലെ ആൾ എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കടയ്ക്കുള്ളിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി ഫിംഗർ പ്രിന്റ് വിദഗ്ധരൊക്കെ തന്നെ എത്തിയ ശേഷം മറ്റ് നടപടികൾ സ്വീകരിച്ച് ഡോഗ് സ്ക്വാഡും എത്തി കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയുള്ളൂ. ജിബിൻ, മോഷണ ശ്രമമെങ്കിൽ ഈ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോയതായി അറിയാൻ കഴിയുന്നുണ്ടോ? കടയിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോയതായിട്ട് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 8 പവനോളം വരുന്ന ഒരു മാലയുണ്ടായിരുന്നു. ഈ ഒരു മാല ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണാൻ സാധിക്കില്ല എന്നാണ് നമുക്കറിയുന്നത്. ഒരു പ്രദേശവാസിയുണ്ട്, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്ന് ചോദിക്കാം. എന്താണ് ഈ അദ്ദേഹത്തിന് മുന്നേ അറിയാന്നുള്ള? മുന്നേ വാർഡ് മെമ്പറാണ് ഞാൻ. അദ്ദേഹം എൻ്റെ വാർഡിലാണ് താമസം. സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കട തുറക്കുന്നുണ്ട്. കട തുറന്നിട്ട് വൈകിട്ട് അവിടുത്തെ വീട്ടിൽ പോകുന്നതാണ്. അങ്ങനെ ആരുമായിട്ട് എല്ലാവരും ഇതൊന്നും അങ്ങനെ ഒന്നും ഒരു സംശയങ്ങൾക്കൊന്നും വകയില്ലാത്ത ഒരാളാണ്. മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകം ആയിരിക്കും, അങ്ങനെയാണ് ഇപ്പം പറയുന്നത്. ഇനി കറക്റ്റായിട്ട് അറിയത്തില്ല. അകത്ത് കയറി കണ്ടവരൊക്കെ അങ്ങനെയാണ്, പോലീസുകാരും അങ്ങനെ ആ ഒരു ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അറിയില്ല. അത് തന്നെയാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. ഇത് വാർഡ് മെമ്പറാണ്, നാട്ടുകാർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. അതായത് ഈ കാണുന്ന കട ഇദ്ദേഹം വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തി വരുന്ന ആളാണ്. ആളുകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നേരായ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഈ ഒരു കടയ്ക്കുള്ളിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഒരു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷണ ശ്രമം തന്നെയാണ്, മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന 8 പവനോളം വരുന്ന ഒരു മാല ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല ഈ കടയിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്ന എല്ലാം CCTV നിരീക്ഷണത്തിലുള്ള ഒരു ഏരിയയാണ്. ഈ കടയിലും അതുപോലെ CCTV ക്യാമറകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ക്യാമറകളും ഇപ്പോൾ ഈ ക്യാമറയുടെ ഹാർഡ് ഡിസ്കും ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ജിബിൻ, തുടരുക. ഇപ്പോൾ നമുക്ക് ഈ മരിച്ച വ്യക്തി ജോർജ് ഉണ്ണുണ്ണിയുടെ മകൻ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. സാധനങ്ങൾ ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ വൈകിട്ട് മോൻ അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പച്ചനെ കെട്ടിയിട്ടേക്കുന്നു, കടയ്ക്കകത്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു. സാധനങ്ങൾ ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു മർഡറിൻ്റെ ലൈനാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എവിഡൻസ് കളക്ഷനൊക്കെ ഇതിനകത്ത് ഒന്നാമത് നല്ല ഇരുട്ടുമാണ്. അപ്പോൾ നാളെ രാവിലെ നമ്മളതെല്ലാം ചെയ്ത് അതിൻ്റെ ബാക്കി എല്ലാ പോലീസിൻ്റെ എല്ലാ മെത്തേഡും ഉപയോഗിച്ച് നമ്മളത് അന്വേഷിക്കും. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്ന് തന്നെയാണ് ജിബിൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും പറയുന്നത്. ഇപ്പോൾ നിലവിൽ അന്വേഷണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തുടക്കമായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ അത് ഇപ്പോൾ തൽക്കാലം ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല. എങ്കിൽ കൂടി ഈ കടയിലേക്ക് ആരെങ്കിലും അസ്വാഭാവികമായി വരുന്നതോ എന്തെങ്കിലും മൽപ്പിടുത്തങ്ങൾ നടക്കുന്നതോ ആയിട്ട് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ അങ്ങനെ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവം ഇന്ന് അവിടെ നടന്നോ? അത്തരത്തിൽ അസ്വാഭാവികമായ രീതിയിലുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ നിന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമുക്കറിയാത്തുള്ള ഇതൊരു പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള ഒരു കടയാണ്. ഒരു ഹൈവേയുടെ സൈഡിലായിട്ടിരിക്കുന്ന കടയാണ്. ഏത് സമയത്തും ഇവിടെ കടയിലൊക്കെ തന്നെ ആളുകളുടെ തിരക്കുമുണ്ട്. പക്ഷേ അത്തരത്തിൽ ഇന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഇദ്ദേഹത്തിന് ഇന്ന് ഉച്ചയ്ക്കും ഈ ഒരു കടയിൽ കണ്ട ആൾക്കാരൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു മൃതദേഹം ഇപ്പോൾ കടയ്ക്കകത്താണ് ഇപ്പോഴും ഉള്ളത്. പോലീസ് കൃത്യമായ അതായത് ഈ വഴികളിലൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കാൻ വേണ്ട നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. നാളെ രാവിലെയോട് കൂടി മാത്രമേ ഫിംഗർ പ്രിന്റ് വിദഗ്ധരൊക്കെ തന്നെ കടയിലേക്ക് എത്തത്തുള്ളൂ. ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എത്തിയ ശേഷം മാത്രമേ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന നടത്താൻ. വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.